ഹനുമാർ സ്വാമിനെ കണ്ടപ്പോഴാണ് ആദ്യം കണ്ടിട്ട് പിന്നെ ബോഡി പെരുകാൻ നോക്കി. ഈ 33 കോടി ദൈവങ്ങളെ കണ്ടെന്ന് പറയുന്നത് സൂര്യ ഭഗവാനിൽ കൂടെയാണ്, ഭഗവാനെ ധ്യാനിച്ചിരുന്നപ്പോഴാണ്. അങ്ങനെ എല്ലാ ദൈവങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. ചുവന്ന സാരിയാണ് കൊടുത്തിരുന്നത്. അത് എന്നിട്ട് എൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കുന്നു. ഭാഷ എനിക്ക് മനസ്സിലായില്ല. നാരായണ ഗുരുനാണ് വെള്ളം തന്നെന്നാണ് പറഞ്ഞത്. ചേട്ടാ ചേട്ടാ ഒന്ന് എഴുന്നേക്കാമോ? ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്തെടുക്കുമായിരുന്നു ഇവിടെ? ഞാൻ മെഡിറ്റേഷനിലായിരുന്നു. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ തസ്മൈ ഗുരുവിൽ കൂടെ എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. ഇപ്പം ദൈവങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതെ, ആ ഗുരുവിൻ്റെ വിശ്വസിച്ച് പ്രപഞ്ചത്തിന് സമർപ്പണത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും കാണാൻ പറ്റും. ഞാൻ ഏകദേശം എത്ര ദൈവങ്ങളെ കണ്ടിട്ടുണ്ട് ഇതുവരെ? അല്ല, അങ്ങനെ എന്നൊന്നുമില്ല. കണ്ടമാനം 33 കോടി ദൈവങ്ങളെയും കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ട ദൈവം കൃഷ്ണൻ തന്നെയാണ്. കാരണം കൃഷ്ണൻ നമ്മൾ എപ്പോഴും, കാരണം ഞാനൊരു കൃഷ്ണഭക്തനായതുകൊണ്ട് ഇരുന്നാൽ എപ്പോഴും എന്നെ ആദ്യം കൃഷ്ണൻ വരും. പിന്നെ അതുപോലെ തന്നെ ഗണപതി ഭഗവാനും വരും. പിന്നെ ഇവിടെ നരസിംഹമൂർത്തി എപ്പോഴും വരും. നരസിംഹമൂർത്തി അതേ ഒരു ഇതിൽ കൂടി ഇവിടെ നമുക്ക് പേടിയൊന്നും വരില്ല. അതേ ഇതിലായിട്ട് നരസിംഹമൂർത്തി നമുക്ക് കാണാൻ പറ്റും. ഹനുമാർ സ്വാമിനെ കണ്ടപ്പോഴാണ് ആദ്യം കണ്ടിട്ട് പിന്നെ ബോഡി പെരുകാൻ നോക്കി. പെരുക്കി വന്നപ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയമല്ല, ഒരു പെരുപ്പ്, കാലിൻ്റെ അകത്തുനിന്ന് ഒരു പെരുപ്പ് തോന്നി. കണ്ടതിൻ്റെ സന്തോഷവും ഇതെല്ലാം കൊണ്ടൊരു സന്തോഷം തോന്നി. അപ്പോഴാണ് മറന്നു പോയി. അവർ വെറുതെ നിൽക്കുകയാണ്. നമ്മൾ പ്രത്യക്ഷപ്പെടുക എന്ന് പറയും പോലെ അത് അവരെ വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെടാൻ അത്രയേ ഉള്ളൂ. ചിരി, അവൻ്റെ സമാധാനം, സന്തോഷം, സമാധാനം എല്ലാം ഒരു മുഖമായിരിക്കും. അല്ലാതെ നമുക്കൊരു ഭയമോ യാതൊന്നും നമുക്കതിൽ തോന്നില്ല, ഒരിക്കലും തോന്നില്ല. ഞാനിത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പരീക്ഷിച്ച് നോക്കാം. ഈ തസ്മൈ ഗുരുവിൽ കൂടെയുള്ള ഈ ഒരു അറിവ് അത് പകർന്ന് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കഴിയുന്നേ ഉള്ളൂ. എനിക്ക് മാത്രമല്ല, ഞാനിതൊന്നും ഒരു അർഹനല്ലായിരുന്നു. ഈ സൂര്യനെ ചന്ദ്രനെ കണ്ടപ്പോൾ അനുഭവം പറ. ഈ സൂര്യനിൽ നമ്മൾ ഈ കണ്ണടച്ചാണ് ഇരിക്കുന്നത്. സാധാരണ ഇരിക്കുന്ന കഴിയുമ്പോഴത്തേക്ക് ആണ് നമുക്ക് ഈ 33 കോടി ദൈവങ്ങളെ കണ്ടെന്ന് പറയുന്നത് സൂര്യ ഭഗവാനിൽ കൂടെയാണ്, ഭഗവാനെ ധ്യാനിച്ചിരുന്നപ്പോഴാണ്. അങ്ങനെ എല്ലാ ദൈവങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. ഭയങ്കരമായ രീതിയിലുള്ള നമുക്ക് ആ വികാരം ഉണ്ടാവും. ഇവരെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് വരുന്നതല്ല. നമ്മൾ പ്രതീക്ഷിക്കും, ഞാൻ ഇന്ന ആളിനെ കാണണം എന്ന് പറഞ്ഞിട്ട് വരുന്നതല്ലല്ലോ, അവർ തന്നെ അവരെ സ്വന്തം ഇഷ്ടത്തിന് വന്നിരിക്കുന്നതല്ലേ. അതിനിടയ്ക്ക് നാരായണ ഗുരുദേവൻ, ഇവരൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഇതാവും, വല്ലാതെ ഒരു ഇത് ഉണ്ടാകും. അല്ലാതെ നമ്മൾ ഒരാളെ വിളിച്ചു വരുത്തുന്നതല്ല. ആ ഒരു രീതി നമ്മൾ ദൈവങ്ങൾ അങ്ങനെ നമ്മളെ കാണരുത്. അപ്പോൾ ഇത് പിന്നെ ചന്ദ്രനിലുള്ള ആ ഒരു ലേഡിയോട് സംസാരിച്ച അനുഭവം പറയാമോ? ചന്ദ്രനെ കണ്ടിട്ടുണ്ടോ? ചന്ദ്രൻ നമ്മൾ ദിവസം ഇരിക്കുകയല്ലേ, മിക്കവാറും ദിവസമൊക്കെ ചന്ദ്രനെ കാണാൻ, എല്ലാ ദിവസവും കാണാൻ പറ്റില്ല. ഉള്ള ദിവസം നല്ല തെളിച്ചോട് ചന്ദ്രനുള്ള സമയത്ത് നമ്മൾ ശരിക്ക് മെഡിറ്റേഷനിൽ, അതായത് കണ്ണും തുറന്നാണ് ചന്ദ്രൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇരുന്ന് കഴിയുമ്പം ചന്ദ്രൻ നമ്മളെ തൊട്ടടുത്ത് വരും, പതുക്കെ അടുത്ത് വരും. ഞാൻ കാണുന്നത് എല്ലാ ദിവസവും ഞാൻ കാണുന്നത് ഗുരുജി അതിനകത്ത് ഉള്ളതായിട്ടാണ് കാണുന്നത്, ഗുരുജി അതിനകത്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ മുകളിലോട്ടുള്ള ഭാഗം ഗുരുജി അതിനെ കാണാറുണ്ട്, എപ്പോഴും കാണാറുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ഇന്നപ്പോഴാണ് അടുത്ത് വന്ന് പെട്ടെന്ന് അതിനകത്തോട്ട് അങ്ങ് കയറുകയാണ്, ഈ ചന്ദ്രനകത്തോട്ട്. എന്നിട്ട് അവിടെ ഒരു ലേഡി ഈ നമ്മൾ സെറ്റ് ചെയ്തിരിക്കും പോലെ അതിനകത്ത് ഇരുന്നിട്ട് ഏതോ ഒരു ഭാഷയിൽ എൻ്റെ അടുത്ത് സംസാരിക്കും. ചുവന്ന സാരിയാണ് കൊടുത്തിരുന്നത്. അത് എന്നിട്ട് എൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കുന്നു. ഭാഷ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പ്രപഞ്ചത്തിനോട് കുറേ നേരം കേട്ടിരുന്നു. കാരണം പെട്ടെന്നായതുകൊണ്ട് ഞാൻ അന്തം മുട്ടി. പെട്ടെന്ന് ചന്ദ്രൻ്റെ അടുത്ത് നിൽക്കുകയാണ്, അത് അതിനകത്തുമായി. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പ്രപഞ്ചത്തിനോട് പറഞ്ഞു, എനിക്ക് ഭാഷയൊന്ന് മനസ്സിലാക്കി തരണേ എന്ന് പറഞ്ഞു. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാഞ്ഞു പോയി. ഇത് അങ്ങനെ ഇത് കുറച്ച് നേരം നിൽക്കുള്ളൂ. അറിയില്ല, ഒരിക്കലും ഇല്ല. ചിരിച്ചുമല്ല, ഒരു കാര്യമായിട്ട് സംസാരിക്കുകയാണ്.
ദേഷ്യമൊന്നുമില്ല. ദൈവങ്ങൾക്കെല്ലാം ഒരേ ഭാവമാണ്, ചിരിയാണ് എല്ലാവർക്കും ഉള്ളത്. അതെല്ലാം ദൈവങ്ങളെല്ലാം ശിക്ഷിക്കുന്നവരാരുമില്ല. നമ്മൾ മനുഷ്യൻ്റെ തോന്നലാണ്. ഒരു ദൈവവും ആരെയും ശിക്ഷിക്കില്ല. മനുഷ്യരെ മാത്രമേ ഉള്ളൂ ഈ കടിപിടി കൂടുന്നത്. മനുഷ്യന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. മേളിൽ ഇത്രയും ദൈവങ്ങൾ 33 കോടി ദൈവം ഉണ്ടെന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിലുണ്ട്. മേളിൽ എന്തുകൊണ്ട് ഭൂമി ഇരിക്കാത്തവരെ? ഭൂമി ഇരിക്കാത്ത ഇതെല്ലാം മാലിന്യമായിപ്പോയി. നമ്മളെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ മാലിന്യമായിപ്പോയി. ഈ 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും ആത്മീയ വഴിയെ കൂടെ സഞ്ചരിച്ച ആൾക്കാരായിരുന്നു. ഇന്ന് ആരുണ്ട്? എത്ര പേരുണ്ട്? ഇന്ന് മത്സ്യമാംസം ഇല്ലാതെ ആരെങ്കിലും ആഹാരം കഴിക്കുമോ? എന്തുകൊണ്ട് മത്സ്യമാംസവും കഴിക്കരുതെന്ന് പറയുന്ന കാര്യം, അതിനൊരു ജീവനില്ലേ? നമ്മളെപ്പോലെയുള്ള ഒരു ജീവിയല്ലേ അതും? അതിനും അച്ഛനും അമ്മയും ഇല്ലേ? അതിനും ജീവിക്കണ്ടേ? മനുഷ്യനെ ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ തീൻ മേശയില ആഹാരമാക്കി മാറ്റുന്നതിന് നമ്മുടെ കുട്ടികളെ പിടിച്ച് അതിനുള്ള തീൻ മേശയിൽ ആഹാരമാക്കിയാൽ നമ്മൾ സഹിക്കൂ. അതുപോലെ തന്നെയാണ് ഈ ജീവജാലങ്ങൾക്കെല്ലാം വേദന കൊണ്ട് ആരും സ്വന്തമായിട്ട് പോയി പ്ലേറ്റിന് മുകളിൽ പോയി ഇരിക്കില്ല. അപ്പം നമ്മൾ ചെന്ന് എത്ര പാതകമാണ്. അതുകൊണ്ട് ആ ദുഃഖം സഹിക്കാൻ വയ്യാതെ പോയേക്കുന്നത്. അതെ, പ്രപഞ്ചത്തിൻ്റെ സന്താനങ്ങളല്ലേ ഈ നമ്മളും അവരുമെല്ലാം. നമ്മളെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമുക്ക് മത്സ്യവും മാംസവും ഒന്നും കഴിക്കാൻ പാടില്ല. അല്ല സാറേ, ഞാൻ ചോദിക്കുന്നത് ആ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ദൈവങ്ങളെല്ലാം മേലോട്ട് പോയത്. ആ സങ്കടമല്ല, പിന്നെ പ്രവൃത്തികളോ? നമ്മളെ മനുഷ്യരുടെ പ്രവൃത്തി നമ്മൾ കാണുന്നില്ലേ? എന്താണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത്? പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ആരെങ്കിലും ഒരു നിസ്വാർത്ഥ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഈ ഏതെങ്കിലും ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടോ ഇതുവരെ? ഞാൻ സംസാരിച്ചിട്ടില്ല. സംസാരിച്ചുകൂടായിരുന്നു? സംസാരിക്കാനായിട്ട് ഞാനിതിൽ കാണുമ്പം തന്നെ അതിൻ്റെ അങ്ങനെ ആകാംക്ഷ ഇരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഉള്ളത് പറഞ്ഞാൽ മതി. കാണുന്നവരും സംസാരിക്കുന്നവരും ആഹാരം വാങ്ങിച്ച് കഴിക്കുന്നവരും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, മെഡിറ്റേഷൻ ഇരുന്നപ്പം ഈ വലതുവശത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ആരോ കൊണ്ടുവന്നു. ഞാൻ ആ വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ട് ഗ്ലാസ് അങ്ങ് തിരിച്ചു കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ച് എന്നിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ കൈയും കെട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ വെള്ളം വാങ്ങിച്ച് കുടിച്ചത് എനിക്കറിയാം, അതിൻ്റെ രുചി എനിക്കറിയാം. പക്ഷേ ഈ വെള്ളം കൊണ്ട് തന്നയാര്? കുടിച്ചാരിച്ച് അത് ഗുരുജി പറഞ്ഞത് നാരായണ ഗുരുദേവനാണ് വെള്ളം തന്നെന്നാണ് പറഞ്ഞത്. എനിക്കതായിരുന്നു കണ്ടില്ല, കാരണം സൈഡിൽ നിന്നാണ് തന്നത്, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. പക്ഷേ വാങ്ങിച്ച് കുടിച്ചു, ഗ്ലാസ് തിരിച്ചു കൊടുത്തു. എൻ്റെ കൈ പക്ഷേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കുടിക്കുന്നത് ഞാനല്ല, സൂക്ഷ്മ ശരീരമാണത്. അല്ലാതെ നമ്മളിപ്പോൾ കണ്ടെന്ന് പറയണത് സൂക്ഷ്മ ശരീരമാണ് ഈ കാണുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടൊരു ദൈവം ഏതാ? കൃഷ്ണൻ തന്നെയാണ്. ഒരു സമയം എത്ര സമയം നിൽക്കും മുമ്പിൽ? വളരെ കുറച്ച് സെക്കൻഡ് നിൽക്കുള്ളൂ, അല്ലാതെ ഒരുപാട് നേരം നിൽക്കില്ല. സെക്കൻഡുള്ള നിൽക്കുള്ളൂ, അടിച്ചടിച്ച് പോകും. പക്ഷേ ഈ ലേഡി ഒരുപാട് നേരം സംസാരിച്ചു. ആരാണെന്ന് അറിയില്ല. ചന്ദ്രന്റെ ഭാര്യ വല്ലതാണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല. സാരിയൊക്കെ കൊടുത്ത് സെറ്റിയിലൊക്കെ നമ്മൾ ഇരുന്ന് സംസാരിക്കില്ലേ, അതേ കണക്കിനായിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചു. ഏത് ഭാഷയാണെന്നറിയില്ല. അത് നിങ്ങൾക്കൊന്നും അതിശയം തോന്നണ്ട, നിങ്ങൾക്ക് അതെല്ലാം സാധിക്കും. മനുഷ്യരൊക്കെ എല്ലാവർക്കും കഴിയും. ദൈവങ്ങളെല്ലാം നല്ല ഐക്യത്തിലാണോ? അവർക്കെല്ലാം പ്രത്യേകിച്ച് അവർക്ക് പലരും പറഞ്ഞു ക്രിക്കറ്റ് കളിയുണ്ട്. ഒന്നുമില്ല, അവർക്ക് യാതൊരുവിധ ഇഷ്യൂസ് അവർക്കില്ല. അവരെല്ലാം സന്തോഷന്മാരാണ്. പക്ഷേ അവർക്ക് ദുഃഖമുള്ളത് ഈ മനുഷ്യർ ഇത്രയും ഹീനന്മാരായിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അടുത്ത് പക്ഷേ എനിക്ക് അറിയാം, ഇതുകൊണ്ടാണെന്ന് അറിയാം. അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ പണ്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇപ്പം ആരും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പം ഈ തസ്മീ ഗുരുജിയുടെ ഒറ്റ കാരുണ്യം കൊണ്ട് മാത്രമാണ് എനിക്കും എന്നെപ്പോലെയുള്ള 42,000 പേർക്കും ഇതെല്ലാം കാണാനും ഇത് അനുഭവിക്കാനും ഈ രോഗത്തിൽ നിന്ന് മുക്തി, മാനസികമായ മുക്തി, ഈ താറുമാറായ ദാമ്പത്യ ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തി, സാമ്പത്തികമായ മുക്തി, ഇതെല്ലാം കിട്ടുന്നത് ഈ തസ്മീ ഗുരുജിയിൽ കൂടെ മാത്രം. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ ഋഷിവര്യന്മാർ വർഷങ്ങളോളം തപസ് അനുഷ്ഠിച്ചാണ് ഒരു ദൈവത്തെ പ്രത്യക്ഷപ്പെട്ട് കാണുന്നത്. ഇതിപ്പോ ഒറ്റ ദിവസം കൊണ്ടല്ലേ കാണുന്നത്? അതെ, അത് ഗുരുജിയുടെ കഴിവാണത്. ഗുരുജിക്ക് കിട്ടിയ ആ തപസ് കൊണ്ട്, ഗുരുജിക്ക് ആ തപസ് കൊണ്ട് കിട്ടിയ ആർജവം, ആ ഗുരുജി 100% തീർത്തല്ലേ സംസാരിക്കുന്നത്. 100% ഗ്യാരണ്ടി തരെയാണ്. നിങ്ങളിരിക്കുമോ, ഞാൻ പറയുമ്പോൾ നിങ്ങളിരിക്കുമോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ 100% ഗ്യാരണ്ടിയാണ്, ഒരു സംശയം വേണ്ട. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയാതെ, എന്നെ ഭത്സിക്കാതെ ഗുരുജിയെ കാണുക, ഗുരുജിയിൽ നിന്ന് അനുവാദം വാങ്ങിക്കുക, ഗുരുജിയുടെ അനുഗ്രഹം വാങ്ങിക്കുക. എന്നെപ്പോലെ നിങ്ങൾക്കും ഈ ഗോളാന്തരങ്ങൾക്കുള്ളിൽ പോയി
എല്ലാം 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 അറിയാൻ കഴിയും. ഏതെങ്കിലും ദൈവത്തെ കാണുമ്പോഴല്ലേ ഇന്ന കാര്യം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തോ? ഞാൻ ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും വരം വേണോ പറഞ്ഞ ചോദിക്കാൻ എന്തോ? അല്ല, അങ്ങനെയൊന്നും കിട്ടില്ല. അത് ഗുരുവിൽ കൂടെ കിട്ടും. അത് പറഞ്ഞ് നമുക്ക് കിട്ടല്ലേ. ഇതെല്ലാം വരമാണ്, നമുക്ക് കിട്ടുന്നതൊക്കെ വരമാണ് എന്നും പറഞ്ഞ് ഞാനൊരു ദൈവമൊന്നുമല്ല. ഞാൻ ദൈവമോ എനിക്ക് വലിയ പ്രത്യേകതയോ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഞാനുമായിട്ട് ഒരു വ്യത്യാസമില്ല. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗുരുജിയുടെ ഒരു കാരുണ്യം കിട്ടിയ മാത്രമാണ്. ഈ പടങ്ങളിൽ കാണുന്ന ദൈവങ്ങൾ തന്നെയാണ്, വ്യത്യാസം ഒന്നുമില്ല. ഒന്നും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഗണപതിയുടെ രൂപം, ഗണപതി അത് തന്നെ രൂപം, ഗണപതിയുടെ അതേ രൂപം തന്നെയാണ്. ആനയുടെ കൊമ്പും അത് ഇങ്ങനെ തുമ്പിക്ക എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പരമശിവന്റെ രൂപം, പരമശിവൻ കാണുന്ന നമ്മളെ പടത്തിൽ കാണുന്ന നമ്മുടെ വിഗ്രഹത്തിൽ കാണുന്ന അത് തന്നെയാണ്, അത് തന്നെയാണ്. ക്രിസ്ത്യൻ ദൈവങ്ങളെ മുസ്ലിം ദൈവങ്ങളെ കാണാത്തതുകൊണ്ടാണ്. അത് കാണാത്തത് ഞാൻ ആ വിശ്വാസിയല്ലല്ലോ. കാണാൻ പറ്റും. ഈ മുസ്ലിമിന് പിന്നെ അതില്ലല്ലോ, ദൈവം ഇല്ലല്ലോ. പക്ഷെ മുസ്ലിങ്ങൾ ഗുരുജിയുടെ അടുത്ത് വരുന്നുണ്ട് ഒരുപാട് പേര്. മുസ്ലിങ്ങൾ ഈ അറബി തന്നെ വന്നിട്ട് പോയി, ഒരു അറബി ഫാമിലി വന്നിട്ട് പോയി. ഇവിടെ മസ്കറ്റിലുള്ള അവർ മത്സ്യമാംസം എല്ലാം ഉപേക്ഷിച്ചു. ഗുരുജി പറഞ്ഞ അതേ ചിട്ടയനുസരിച്ച് വന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോയി. അതെങ്ങനെ നമ്മൾ ഇവിടെയുള്ള മുസ്ലിം അങ്ങനെ ചെയ്യുമോ? പക്ഷെ ഉണ്ട്, ഗുരുജിയുടെ അടുത്ത് ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അവരെല്ലാം ഈ ചിട്ടയിൽ മത്സ്യമാംസമൊക്കെ ഉപേക്ഷിച്ച് അവരെല്ലാം സംതൃപ്തരാണ്. കാരണം ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒന്നല്ല ജീവിച്ചത്. ആ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒന്നല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വരെ പോഷായിട്ട് ജീവിച്ച ഒരാളാണ്. അതിൽ കൂടി ബിസിനസ്സിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങളും കടവും കേസുകളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അതിൽ നിന്നും മാനസികമായിട്ടൊരു മോചനം, അതില്ലേ ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത്. എല്ലാം ഉണ്ടായിട്ടും മാനസിക ദുഃഖം ഉണ്ടായാൽ ഒരാളിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? സന്തോഷമാണ്, സംതൃപ്തിയാണ്.